+2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ഓപ്ഷനുകൾ ഒന്നായിരിക്കും ഇന്നത്തെ കാലത്ത് ACC എന്ന് പറഞ്ഞ കോഴ്സ്. 180 രാജ്യങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് കോഴ്സ് ആണെന്നുള്ളത് കൊണ്ടും സയൻസ് കൊമേഴ്സ് ഏത് സ്ട്രീം എടുത്തവർക്കും എൻ്റർ ചെയ്യാമെന്നുള്ളത് കൊണ്ടും ഈ കോഴ്സിന് വൻ ഡിമാൻഡ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളൊക്കെ കിട്ടും. പക്ഷേ പല വീഡിയോസിലും മിസ്സാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് എത്ര ചെലവ് വരും, ഫീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഇന്ന് അതാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ശേഷം ACCയെ ചൂസ് ചെയ്യുന്ന ഒരാൾ ഏതൊക്കെ തരം ഫീസുകൾ അടക്കേണ്ടി വരിക, മൊത്തം എത്ര ചിലവ് ഏകദേശം വരും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ACCയുടെ ചില പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സെപ്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. അവിടെ എത്ര പരീക്ഷകളാണ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടുക, അതിൻ്റെ ഫീസ് എത്രയാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഐഡിയ ഈ വീഡിയോയിലൂടെ കിട്ടുന്നതാണ്. നമ്മൾ രജിസ്ട്രേഷൻ ഫീസ്, എക്സാം ഫീസ്, എക്സംഷൻ ഫീസ് തുടങ്ങി ACCയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളെക്കുറിച്ചും വിശദമായി പറയുന്നതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് നീളം കൂടുതലായിരിക്കും. പക്ഷെ മുഴുവൻ കണ്ടാൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, IIII കൊമേഴ്സ് അക്കാഡമിയിൽ ACCയെ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ CCAT സ്കോളർഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് അറ്റൻഡ് ചെയ്ത് ടോപ്പർ ആയി കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പാണ് കിട്ടാൻ പോകുന്നത്. അതായത് കോച്ചിങ് ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ACCയെ പഠിക്കാം. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇനി അവസരമുള്ളൂ. ഡേറ്റ് ഈ മാസം അവസാനം വരെ മാത്രമാണ്. അടുത്തായിട്ട് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ CA, CMA, CS, ACCA, CMA, USA കോഴ്സുകളെ കുറിച്ചോ ഒക്കെ. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പാരന്റോ ഈ സംശയങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു കരിയർ കൗൺസിലറോട് നേരിട്ട് വിളിച്ച് സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രീ 1-to-1 കരിയർ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം, എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുതരാം. ഈ ACCയുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ഫീസുകൾ കുറച്ചുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഒന്നാമത്തേത് ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ACCയുടെ ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നാണ്. ഇത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ നിങ്ങൾ അവിടെയാണ് ഈ ഫീസൊക്കെ അടക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങളിത് പഠിക്കാൻ പോകുന്ന കോച്ചിങ് സെന്ററിൽ അടക്കുന്ന കോച്ചിങ് ഫീസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറയാണ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് എന്താണെന്നുള്ളത് നോക്കാം. ACCയിൽ അടക്കേണ്ട രജിസ്ട്രേഷൻ ഫീസ്. നിലവിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 30 പൗണ്ടാണ്. അപ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ 3300 രൂപ വരും ഏകദേശം. ഇതൊരു 1 ടൈം പേയ്മെന്റ് ആണ്. അതായത് ACCയിൽ ചേരുമ്പോൾ ഒറ്റത്തവണ മാത്രം നിങ്ങൾ അടച്ചാൽ മതി. പിന്നെ നിങ്ങൾ എത്ര വർഷം ACCA പഠിക്കുകയാണെങ്കിലും ഇത് വീണ്ടും അടക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാമതായി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീ ആണ്. 2026 കണക്ക് വെച്ച് ഇത് 140 പൗണ്ട്സ് ആണ്. ഇന്ത്യൻ റുപ്പിയിലേക്ക് വരുമ്പോൾ 15400 രൂപയ്ക്ക് അടുത്ത് വരും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും നിങ്ങളുടെ ആ സ്റ്റുഡൻറ് സ്റ്റേറ്റസ് ഇല്ലേ, അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുക അടക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3 വർഷം കൊണ്ടാണ് ACC കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോ വർഷവും നിങ്ങൾ ഈ ഫീസ് അടക്കേണ്ടി വരും. പിന്നെ വരുന്നത് റീ രജിസ്ട്രേഷൻ ഫീസാണ്. ഇത് നമുക്ക് ആവശ്യം വരരുത് കേട്ടോ. കാരണം നമ്മൾ ഈ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് കറക്റ്റ് സമയത്ത് അടക്കാൻ മറന്നുപോയാൽ നമ്മുടെ സ്റ്റേറ്റസ് പോകും. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റീ രജിസ്ട്രേഷൻ ഫീസ് അടക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നവരെയും മനസ്സിൽ സൂക്ഷിക്കണം. അതായത് നമ്മളിപ്പോൾ ഈ എമൗണ്ട് ഒക്കെ പറയുന്നത് പൗണ്ടിലാണ്. ഞാനത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള കൺവേർഷൻ റേറ്റ് വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഒരു പക്ഷേ ഈ കൺവേർഷനിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവാം എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബജറ്റിലെ ഏറ്റവും വലിയ ഒരു ഭാഗം മാറ്റിവെക്കേണ്ട കാര്യത്തിലേക്കാണ്. അതാണ് എക്സാം എൻട്രി ഫീസ്. അതായത് മൊത്തം 13 പരീക്ഷകളാണല്ലോ ACCയിൽ ഉള്ളത്. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ACCയുടെ ഫസ്റ്റ് ലെവൽ അപ്ലൈഡ് നോളജ് ലെവലാണ്. ഇതിൽ 3 പരീക്ഷകളാണുള്ളത്. അതിൽ 3 പേപ്പേഴ്സ് ആണുള്ളത് അല്ലേ. ബിസിനസ് ആൻഡ് ടെക്നോളജി, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഈ പരീക്ഷകൾ ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്. നമ്മൾ സാധാരണയായി CBE അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സെന്ററുകൾ വഴിയാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീസ് തീരുമാനിക്കുന്നത് ആ സെന്ററുകളാണ്. ഇവിടെ നമ്മൾ പൗണ്ടിലല്ല ഫീസ് അടക്കുന്നത്. ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഈ 3 പേപ്പേഴ്സിനും കൂടെ ഒരു 10,000 മുതൽ 12,000 രൂപ വരെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കണം. ഇനി അടുത്ത ലെവലായ അപ്ലൈഡ് സ്കിൽ ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6 പേപ്പേഴ്സ് ആണുള്ളത്. ഇത് മറ്റേതുപോലെ അല്ല, സെഷൻ ബേസ്ഡ് എക്സാംസ് ആണ്. അതായത് മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ ഇങ്ങനെ വർഷത്തിൽ 4 തവണയാണ് ഇത് നടക്കുന്നത്. ഇവിടുത്തെ ഫീസ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാം. മാർച്ച് 2026 പരീക്ഷയ്ക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് എൻട്രി, അത് 147 പൗണ്ടാണ് വരും അതിനുള്ള ഫീസ്. അതായത് ഏകദേശം 16,200 രൂപ വരും.
അതിനൊരു അവസാന തീയതിയുണ്ട്. ആ തീയതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടയ്ക്കേണ്ടത് ലേറ്റ് എൻട്രി ഫീസാണ്. അത് 376 പൗണ്ടാണ്. അതായത് ഏകദേശം 41,000 രൂപയ്ക്ക് മുകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏകദേശം 16,000 രൂപ കൊടുത്ത് എഴുതേണ്ട പരീക്ഷ ആ ഡേറ്റ് ഒന്ന് മാറിപ്പോയാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് 41,000 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും സ്റ്റാൻഡേർഡ് എൻട്രി ഡേറ്റിനുള്ളിൽ തന്നെ എക്സാം ഫീസ് അടക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് വലിയൊരു തുക ഇവിടെ ലാഭിക്കാൻ പറ്റും. ഇനി ഈ അപ്ലൈഡ് സ്കിൽ ലെവലും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മൊഡ്യൂൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ അഥവാ EPSM. അതിനൊരു ഫീസ് ഉണ്ട്. 81 പൗണ്ട്സ് ആണ് ഇപ്പോൾ അതുള്ളത്. ഏകദേശം 8,900 രൂപ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ലെവലിലേക്ക്, അതായത് സ്ട്രാറ്റജിക് പ്രൊഫഷൻ ലെവലിലേക്ക് എത്തി. ഇവിടെ നമുക്ക് 4 പേപ്പറുകളാണ് ഉള്ളത്. ഈ ലെവലിൽ SBL എന്ന പേപ്പറിന് സ്റ്റാൻഡേർഡ് എൻട്രി ഫീ എന്ന് പറയുന്നത് 260 പൗണ്ട്സ് ആണ്. 28,600 രൂപ വരും അത്. പിന്നെ SBRനും മറ്റ് ഓപ്ഷണൽ പേപ്പേഴ്സിനും സ്റ്റാൻഡേർഡ് എൻട്രി ഫീസ് വരുന്നത് 185 പൗണ്ട്സ് ആണ്. ഏകദേശം 20,400 രൂപ. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ആ ലേറ്റ് എൻട്രി ഫീയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഫീസ് കൂടും, പിന്നെ ലേറ്റ് എൻട്രി ഫീ അടയ്ക്കേണ്ടി വരും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എക്സംഷൻ ഫീസ്. അപ്പൊ എന്താണ് എക്സംഷൻ എന്നും എന്താണ് എക്സംഷൻ ഫീസ് എന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. സാധാരണയായി ഡിഗ്രി കഴിഞ്ഞ് ACCA ചൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ എക്സംഷൻസ് കിട്ടാറുള്ളത്. അത് 4 പേപ്പേഴ്സ് ആവാം, 5 പേപ്പേഴ്സ് ആവാം, 6 പേപ്പേഴ്സ് ആവാം. അപ്പോൾ ഇത് മിക്കവാറും ആദ്യത്തെ 2 ലെവലുകളിലായിരിക്കും ഈ എക്സംഷൻ കിട്ടുക. അവസാനത്തെ പ്രൊഫഷണൽ ലെവൽ എന്തായാലും നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പരീക്ഷകൾ എക്സംപ്റ്റഡ് ആവുമ്പോൾ ആ എക്സംപ്റ്റഡ് ആവുന്ന ഓരോ പരീക്ഷയ്ക്കും നമ്മളൊരു ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അതാണ് ഈ എക്സംഷൻ ഫീസ്. അതെങ്ങനെയാണെന്ന് ഇനി ഞാൻ പറയാം. ഫസ്റ്റ് ലെവലായ അപ്ലൈഡ് നോളേജ് ലെവലിൽ ഓരോ പേപ്പറിനും 84 പൗണ്ട്സ്, അതായത് ഏകദേശം 9,200 രൂപയും. അതുപോലെ സെക്കൻഡ് ലെവലായ അപ്ലൈഡ് സ്കിൽസ് ലെവലിൽ ഓരോ പേപ്പറിനും 111 പൗണ്ട്സ്, അതായത് 12,200 രൂപയും ഒക്കെയാണ് ഈ എക്സംഷൻ ഫീസ് വരുന്നത്. +2 കഴിഞ്ഞവർക്ക് നോർമലി ഒരു പേപ്പറിനും എക്സംഷൻ കിട്ടാറില്ല. 13 പേപ്പേഴ്സും എഴുതേണ്ടതായിട്ട് വരും. ഇനി ഡിഗ്രി ക്വാളിഫൈ ആകാതെ തന്നെ +2 കഴിഞ്ഞ് ACCA പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അതും 9 പേപ്പർ എക്സംഷൻ. അതിനൊരു വഴിയുണ്ട്. അതിനാണ് ACCA + BCom ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് റെക്കഗ്നൈസ് ചെയ്ത ചില യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ BCom പഠിക്കുമ്പോൾ, ഇന്റഗ്രേറ്റഡ് ആയി ACCയോടൊപ്പം BCom പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ACCയുടെ ആദ്യത്തെ 9 പേപ്പറിൽ എഴുതേണ്ട ആവശ്യമില്ല. ഈ സ്പെസിഫിക് BComന്റെ സിലബസും ACCയുടെ എക്സംപ്റ്റഡ് ആവുന്ന പേപ്പേഴ്സിന്റെ സിലബസും സിമിലർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ എക്സംഷൻ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ലെവലിലെ അവസാനത്തെ 4 പേപ്പറുകൾ മാത്രമാണ് ACCAയിൽ എഴുതുന്നുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ്, ഈ 9 എക്സാംസിനുള്ള എക്സാം ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. എക്സംഷൻ ഫീ മാത്രം അടച്ചാൽ മതിയാവും. അങ്ങനെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിൽ നമ്മൾ നിങ്ങൾക്ക് ACCA + BCom 9 പേപ്പർ എക്സംഷൻ റൂട്ടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വൈസ് ആയി എല്ലാ പരീക്ഷകളും എഴുതി ACCA കംപ്ലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് എങ്ങനെ ACCA കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. വൺസ് നിങ്ങൾ പ്രൊഫഷണൽ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ബോർഡിൽ പോകുന്ന സമയത്തോ ഒരു ജോലി സ്ഥലത്ത് പോകുന്ന സമയത്തോ ഒരിക്കലും ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും അവിടെ റിഫ്ലക്ട് ആവുകയില്ല. ACCയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂ ആണ്. നിങ്ങൾ ഏത് റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ കോമ്പിറ്റൻസി, നിങ്ങളുടെ സ്കിൽ, ഇത് രണ്ടുമാണ് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ മുന്നോട്ട് നയിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഓരോ ഘട്ടത്തിലും അടയ്ക്കേണ്ട ഫീസുകൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് അറിയേണ്ടി വരിക ഏകദേശം മൊത്തം എത്ര ചെലവ് വരും എന്നുള്ളതല്ലേ. അതിനെക്കുറിച്ചും പറഞ്ഞുതരാം. അപ്പോൾ ഇനി എക്സാംസിന്റെ ഫീസൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ACCA ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അത്യാവശ്യം പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും റെഡി ആണെങ്കിൽ പാസ്സാവാൻ പറ്റുന്ന കോഴ്സുമാണ് ACCA. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിൽ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് ടീം നമുക്കിവിടെ ഉണ്ട്. അവർ കൃത്യമായ ഇന്റർവെലുകൾ നിങ്ങൾക്ക് റിവിഷൻസ് നടത്തും, മോക്ക് എക്സാംസ് നടത്തും. അതുപോലെ തന്നെ ഒരു വെൽ റിസർച്ച്ഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ മെന്റേഴ്സും ഉണ്ട്. കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ക്യാമ്പസുകളിലും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനും പറ്റും ഉറപ്പിക്കുകയാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് 360 ഡിഗ്രി സപ്പോർട്ട് ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ് ACCA ക്വാളിഫൈ ചെയ്ത് ട്രിപ്പിൾ കൊമേഴ്സ് അക്കാഡമിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതിലൊരാളാവാൻ നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യുക. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ശ്രദ്ധിക്കുക, +2 കഴിഞ്ഞ ഒരു കുട്ടി ACCAക്ക് നേരിട്ട്, അതായത് ACCA എന്ന ബോഡിക്ക് അടയ്ക്കേണ്ട മൊത്തം ഫീസിന്റെ ഏകദേശ കണക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ACCയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇത് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പേപ്പർ വൈസ് ആയി എഴുതിയിട്ട്. അല്ല, റിലാക്സ്ഡ് ആയി 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ചില ആളുകളുടെ കേസിൽ എന്തെങ്കിലുമൊക്കെ ചില സംഭവ വികാസങ്ങൾ കാരണം ചിലപ്പോൾ ഇതൊരു 5 വർഷത്തേക്കൊക്കെ നീണ്ടുപോയേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5 വർഷത്തെ കാലാവധി കൊണ്ട് ACC കംപ്ലീറ്റ് ചെയ്യുന്ന +2 കഴിഞ്ഞ് വരുന്ന ഒരാളുടെ എക്സാമ്പിൾ എടുത്തിട്ട് ഏകദേശം ഇയാൾക്ക് എത്ര രൂപ ചെലവ് വരുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ ഒരു 5 വർഷത്തേക്കുള്ള ആനുവൽ സബ്സ്ക്രിപ്ഷൻ, അതെല്ലാം കൂടെ ഏകദേശം ഒരു 80,000 to 1 lakh rupees വരെ വരാം. പിന്നെ നമ്മൾ പറഞ്ഞ എത്തിക്സ് മൊഡ്യൂൾ, അതിനൊരു 9,000 rupees. പിന്നെ 13 പേപ്പേഴ്സുകളുടെ പരീക്ഷാ ഫീസ്, സ്റ്റാൻഡേർഡ് എൻട്രി മാത്രമാണ് ഇവിടെ കണക്കാക്കുന്നത്, ലേറ്റ് എൻട്രി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏകദേശം 2 lakhs to 2.5 lakhs വരെ വരാം. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിയുമ്പോൾ ACCക്ക് മാത്രം നമ്മൾ അടയ്ക്കേണ്ട ഔദ്യോഗിക ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കോഴ്സ് തീർക്കാൻ എടുക്കുന്ന ഒരു സമയപരിധി കൂടെ അനുസരിച്ച് ഏകദേശം 3 മുതൽ 3.5 ലക്ഷം രൂപ വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന ബോഡിയിലേക്ക് നമ്മൾ അടയ്ക്കേണ്ട ഫീസിനെ കുറിച്ച് മാത്രമാണ്. ഇത് കൂടാതെ ACCയെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ കോച്ചിങ് ഫീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ കോച്ചിങ് ഫീസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് IIIയുടെ CCAT സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോപ്പർ ആയി കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പ് കിട്ടും. അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഗ്യാരണ്ടീഡ് സ്കോളർഷിപ്പ് ഉണ്ട്. രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ പേപ്പേഴ്സ് എഴുതുന്ന സമയത്ത് എങ്ങാനും നമ്മളിത് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ പരീക്ഷ വീണ്ടും എഴുതണം. അപ്പോൾ വീണ്ടും എക്സാം ഫീസ് അടയ്ക്കേണ്ടി വരുന്നതോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സോ ACCയെ കുറിച്ചോ അല്ലെങ്കിൽ CA, CMA, CS, CMA, USA കോഴ്സുകളെ കുറിച്ചോ നിങ്ങൾക്ക് ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും പ്രത്യേകമായി അറിയണമെങ്കിൽ അതും കമന്റിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സുഹൃത്തുക്കൾക്ക്, പാരൻസിന് ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.